ഹായ് മക്കളെ, ഇന്ന് നമുക്ക് പാറ്റേൺസ് ഇൻ മാത്തമാറ്റിക്സിൻ്റെ ബാലൻസ് പാർട്ടുകൾ പഠിച്ചാലോ. ക്വസ്റ്റ്യൻ ഈസ് റീറൈറ്റ് ഈച്ച് സീക്വൻസ് ഓഫ് ടേബിൾ 1 ഇൻ യുവർ നോട്ട്ബുക്ക് എലോങ് വിത്ത് ദ നെക്സ്റ്റ് 3 നമ്പേഴ്സ് ഇൻ ഈച്ച് സീക്വൻസ്. അപ്പോൾ ഈ ടേബിൾ 1 അതേപോലെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക. ഇപ്പോൾ ഈ തന്നിരിക്കുന്ന നമ്പർ സീക്വൻസ് കൂടാതെ അത് കഴിഞ്ഞ് വരുന്ന 3 നമ്പറും കൂടെ എഴുതുക. നെക്സ്റ്റ് 3 നമ്പേഴ്സ്. ആഫ്റ്റർ ഈച്ച് സീക്വൻസ് റൈറ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ് വാട്ട് ഈസ് ദ റൂൾ ഫോർ ഫോമിങ് ദ നമ്പർ ഇൻ ദ സീക്വൻസ്. അതുപോലെ ആ നമ്പർ നിങ്ങൾക്ക് കിട്ടാൻ എന്ത് റൂളാണ് നിങ്ങൾ ഫോളോ ചെയ്തത് എന്നതും കൂടെ എഴുതണം. സോ അതിൽ ഫസ്റ്റ് വരുന്നത് സീക്വൻസ് ഓഫ് 1 ആണ്. അവിടെ പ്രത്യേകിച്ച് റൂളൊന്നുമില്ല. വി നീഡ് ടു റൈറ്റ് 1. എല്ലാ നമ്പേഴ്സും 1 ആണ്. സോ ദ നെക്സ്റ്റ് വൺ ഈസ് ദ കൗണ്ടിങ് നമ്പേഴ്സ് 1 2 3 4 എക്സെട്ര. അപ്പോൾ അതിൻ്റെ റൂളെന്ന് വെച്ചാൽ വി നീഡ് ടു ആഡ് 1 ടു ഈച്ച് നമ്പർ ടു ഗെറ്റ് ദ നെക്സ്റ്റ് നമ്പർ. സോ 5 + 1 ആണ് 6, 6 + 1 7. അപ്പോൾ അടുത്ത നമ്പർ കിട്ടണമെങ്കിൽ വി നീഡ് ടു ആഡ് 7 + 1 ദാറ്റ് ഈസ് 8. നൗ 8 + 1 ഈസ് 9, 9 + 1 ഈസ് 10. So the next 3 numbers are 8, 9 and 10. Next numbers are the odd numbers 1 3 5 7 etc. That is 1 + 2 is 3. Now 3 + 2 is 5. 5 + 2 is 7. അപ്പോൾ ഇവിടുത്തെ റൂൾ എന്ന് വെച്ചാൽ വി നീഡ് ടു ആഡ് 2 ടു ദ നമ്പർ. സോ 13 കഴിഞ്ഞ് അടുത്ത നമ്പർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 13 + 2 is 15. 15 + 2 is 17. 17 + 2 is 19. So the next 3 numbers are 15, 17 and 19. The rule is to add 2 to the previous number. Similar for even numbers. 2 + 2 ആണ് നമുക്ക് 4 കിട്ടുന്നത്. 4 + 2 ആണ് 6. സോ ആഫ്റ്റർ 14 അടുത്ത ടേം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 14 + 2 ദാറ്റ് ഈസ് 16. 16 + 2 ഈസ് 18. 18 + 2 is 20 and the rule is add 2 to the previous number. And next one is triangular number. Here 1 + 2 is 3 and 3 + 3 is 6. 6 + 4 is 10. 10 + 5 is 15. 15 + 6 is 21. 21 + 7 is 28. So to get the next number, we need to add 8 to 28. So 28 + 8 is 36. Now add 9 to 36. Then the next number is 45. Now 45 + 10 is 55. The rule is to add the next natural number in sequence. ഓരോ നമ്പറിൻ്റെ കൂടെയും ആ ഒരു സീക്വൻസിൽ അപ്പോൾ ആദ്യം 2 ആഡ് ചെയ്തു, അടുത്ത 3 ആഡ് ചെയ്യണം, പിന്നെ 4 ആഡ് ചെയ്യുക, 5 ആഡ് ചെയ്യുക. അങ്ങനെ ആ ഒരു ഓർഡറിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്തടുത്ത നമ്പർ കിട്ടും. ദാറ്റ് ഈസ് ദ റൂൾ ഫോർ ട്രയാങ്കുലർ നമ്പേഴ്സ്. നമ്പേഴ്സ് 1 4 9 16 25. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. 1 × 1 ആണ് 1, 2 × 2 ആണ് 4, 3 × 3 9, 4ൻ്റെതാണ് 16, 5 × 5 25, 6 × 6 36, 7 × 7 49. അപ്പോൾ അടുത്ത നമ്പർ കിട്ടണമെങ്കിൽ 8 × 8 64, 9 × 9 81 and 10 × 10 100. Rule is to square the next natural number or multiply the number with itself. Numbers. അപ്പോൾ 1 × 1 × 1 ആണ് 1, 2 × 2 × 2 ആണ് 8, 3 × 3 × 3. We need to multiply each number 3 times. 4 × 4 × 4 64, 5 × 125, 6 × 216. അപ്പോൾ അടുത്ത നമ്പർ കിട്ടണമെങ്കിൽ we need to multiply 7 × 7 × 7. That is 343. 8 × 8 × 8 512 and 9 × 9 × 9 729. Then next one is Viranga numbers, and we know that 1 + 2 is 3. Now 3 + 2 is 5. 5 + 3 is 8. 8 + 5 is 13. 13 + 8 is 21. So the next number we will get by adding 21 and 30. 21 + 13 is 34. Now we need to add this 34 and 21.
to get 55. Now the next number we will get by adding 34 and 55. അതിന് തൊട്ട് മുമ്പ് വരുന്ന നമ്പറുമായിട്ട് ആഡ് ചെയ്യാം. Now the next one is power of 2. 2 is 2. 2 into 2 is 4. 4 into 2 is 8. 8 into 2 is 16. 16 into 2 is 32. 32 into 2 is 64. So the next number we will get by multiplying 64 into 2, that is 128. Then 128 into 2 is 256. 256 into 2 is 512. So the rule is to multiply each number by 2. And same like that of powers of 3. Here we need to multiply with 3. So after 729, the next number we will get by multiplying it with 3. That is 2187. That number into 3 is 6561. And that number into 3 is 19683. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് വിഷ്വലൈസിങ് നമ്പർ സീക്വൻസസ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്പർ സീക്വൻസസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. എങ്ങനെയാണ് ഒരു നമ്പർ സീക്വൻസ് എഴുതുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി ആ നമ്പർ സീക്വൻസിനെ നമുക്ക് ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ നോക്കിയാലോ. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ആ നമ്പർ സീക്വൻസൊക്കെ ഒന്ന് ഓർത്തിരിക്കുന്നതിനും അത് കുറച്ചുകൂടെ മനസ്സിലാക്കുന്നതിനും അത് പിക്ചർ രൂപത്തിൽ അത് നമുക്ക് എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ് നമ്മളിനി നോക്കുന്നത്. ഓക്കെ, മെനി നമ്പർ സീക്വൻസസ് ക്യാൻ ബി വിഷ്വലൈസ്ഡ് യൂസിങ് പിക്ചേഴ്സ്. Visualizing mathematical object through pictures or diagrams can be a very fruitful way to understand mathematical patterns and concepts. ആ പാറ്റേണും അതെങ്ങനെയാണ് ആ പാറ്റേണുകൾ വന്നിരിക്കുന്നത് എന്നും കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ നമ്മളെ ഈ പിക്ചേഴ്സ് ഹെൽപ്പ് ചെയ്യും. ടേബിൾ 1 നമ്മൾ പഠിച്ച സീക്വൻസിൻ്റെ കുറേ പിക്ചേഴ്സാണ് ഈ ടേബിൾ 2 കൊടുത്തേക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം പഠിച്ചത് സീക്വൻസ് ഓഫ് ഓൾ വൺസ് ആണ്. അപ്പോൾ ഓൾ വൺസിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? ഒരു ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി. 1 1 1 1. അപ്പോൾ ആ സീക്വൻസ് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവല്ലേ. അപ്പോൾ എല്ലാ വണ്ണിനും ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കുന്നു. അടുത്തത് കൗണ്ടിങ് നമ്പേഴ്സ്. ഇപ്പോൾ കൗണ്ടിങ് നമ്പേഴ്സ് നമുക്കറിയാം 1 2 3 4 5 എക്സെട്രയാണ് കൗണ്ടിങ് നമ്പേഴ്സ്. അപ്പോൾ എന്ത് ചെയ്യണം? 1 എന്ന് പറയുമ്പോൾ ഉള്ളി 1 ഡോട്ട്, 2 എന്ന് പറയുമ്പോൾ 2 ഡോട്ട്, 2 ഡോട്ട് കൊടുക്കുമ്പോൾ അതെന്തായി? കൗണ്ടിങ് നമ്പർ 2 ആയി. അടുത്ത 3 എന്ന് പറയുമ്പോൾ 3 ഡോട്ട്സ്, 4 ഡോട്ട്സ്, 5 ഡോട്ട്. അപ്പോൾ എത്രയാണോ ആ നമ്പർ പറയുന്നത് അത്രയും ഡോട്ട്സ് അവിടെ ഇട്ട് കൊടുത്താൽ മതി. ഇനി അടുത്തത് ഓഡ് നമ്പേഴ്സ് ആണ്. ഓഡ് നമ്പർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1 3 5 7 9 എക്സെട്ര ആർ ദ ഓഡ് നമ്പേഴ്സ്. അപ്പോൾ 1 എപ്പോഴും ഒരു ഡോട്ടാണുള്ളത്. അപ്പോൾ 3 എന്ന് പറയുമ്പോൾ നോക്കിയേ, അവിടെ 1 2 3 ഡോട്ടുണ്ട്. അതിലത് ഒരു ഡോട്ട് എന്തൊക്കെയാണ്? ഒറ്റയ്ക്ക് നിൽക്കുകയാണ് അല്ലേ? ഓഡ് 1 ഔട്ട് എന്ന് നമ്മൾ പറയില്ലേ, അതുപോലെയാണ് എല്ലാ ഓഡ് നമ്പേഴ്സിലും ഒരു ഡോട്ട് ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. ബാക്കി എല്ലാ ഡോട്ടിനും ഓരോരോ പെയറുണ്ട്. അപ്പം ഓഡ് നമ്പർ സീക്വൻസ് എഴുതാനായിട്ട് ആദ്യത്തേനകത്ത് നിങ്ങൾ ഒരു ഡോട്ട് ഇടുക, അടുത്തത് 2 ഡോട്ട് ഇടുക, ദെൻ ഒരു ഡോട്ടിന് മാത്രം പെയർ കൊടുക്കുക, ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കും. അടുത്തത് 3 ഡോട്ട് ഇട്ട് വെക്കുക, 2 ഡോട്ടിനും ഓരോരോ പെയർ കൊടുക്കുക, അടുത്ത ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കും. അതേപോലെയാണ് നമ്മൾ ഓഡ് നമ്പേഴ്സിനെ മാർക്ക് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഈവൻ നമ്പേഴ്സ്. ഈവൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ നമ്പേഴ്സിനും പെയറുണ്ട്. അപ്പോൾ ആദ്യത്തേനകത്ത് ഒരു നമ്പർ ഇടുക, അതിനൊരു പെയർ കൊടുക്കുക. അടുത്തത് 2 പേർക്കും ഓരോ പെയർ കൊടുക്കുക, ദാറ്റ് ഈസ് 4. അടുത്തത് 3 ഡോട്ട് ഇടുക, 3 പേർക്കും ഓരോ പെയർ കൊടുക്കുക, ദാറ്റ് ഈസ് 6. അങ്ങനെയാണ് ഈവൻ നമ്പറിൻ്റെ സീക്വൻസ് പോകുന്നത്. അടുത്തത് നമ്മൾ പഠിച്ചത് ട്രയാങ്കുലർ നമ്പേഴ്സ് ആണ് അല്ലേ. 1 3 6 10 15 എന്ന് പറയുന്ന ട്രയാങ്കുലർ നമ്പേഴ്സ്. അപ്പോൾ എന്തുകൊണ്ടാണ് അതിനെ ട്രയാങ്കുലർ എന്ന് വിളിച്ചതെന്ന് ഇപ്പോൾ ഈ പിക്ചർ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ആ നമ്പേഴ്സിനെ നമുക്കൊരു ട്രയാങ്കിളിൻ്റെ ഷേപ്പിൽ എഴുതാൻ പറ്റും അല്ലേ, വരയ്ക്കാൻ പറ്റും. ട്രയാങ്കിളിൻ്റെ ഷേപ്പിൽ നമുക്ക് അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 1 നമ്മളിതുവരെ വരച്ച പോലെ ഒരു ഡോട്ടേ ഉള്ളൂ. 3 എന്ന് പറയുമ്പോൾ ആദ്യം ഒരു 1 ഡോട്ട് കൊടുക്കുക, പിന്നെ അതിൻ്റെ താഴെ 2 ഡോട്ട്. 6 ആദ്യം 1 ഡോട്ട്, പിന്നെ 2 ഡോട്ട്,
അതിന് താഴെ 3 ഡോട്ട്. 10 എന്ന് പറയുമ്പോൾ 1 2 3 4. നമ്മൾ സീക്വൻസിൽ പഠിച്ച പോലെ തന്നെ കൗണ്ടിങ് നമ്പേഴ്സിൻ്റെ സമ്മാണ് ട്രയാങ്കുലർ നമ്പർ എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. 1 + 2 + 3 ആണ് 6, 1 + 2 + 3 + 4 ആണ് 10. അപ്പോൾ അതേ രീതിയിൽ ഡോട്ട് ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് ട്രയാങ്കുലർ നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 15 എന്ന് പറയുമ്പോൾ 1, ആദ്യത്തേനകത്ത് 1, പിന്നെ 2, പിന്നെ 3, പിന്നെ 4, അടുത്തതിനകത്ത് 5 ഡോട്ട്. ആ രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ സ്ക്വയർ നമ്പേഴ്സ്. ഇപ്പോൾ 1 4 3 9 16 25 ആണ് സ്ക്വയർ നമ്പേഴ്സ് എന്ന് നമുക്കറിയാം. അപ്പോൾ 1 ആസ് യൂഷ്വൽ ഒരു ഡോട്ട്. 4 എന്ന് പറയുമ്പോൾ നോക്കിയേ, ആ സ്ക്വയർ നമ്പേഴ്സിൻ്റെ പ്രത്യേകത കണ്ടോ, ദാറ്റ് ഓൾ ഇൻ ദ ഷേപ്പ് ഓഫ് എ സ്ക്വയർ. എല്ലാം ഒരു സ്ക്വയറിൻ്റെ രൂപത്തിലാണ്. സ്ക്വയറിൻ്റെ പ്രത്യേകത എന്താ, അതിൻ്റെ ലെങ്തും വിഡ്ത്തും സെയിം ആയിരിക്കും അല്ലേ. ഓൾ 4 സൈഡ്സും ഈക്വൽ ആകുന്നതിനെയാണ് നമ്മൾ സ്ക്വയർ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെയല്ലേ, കണ്ട ഇങ്ങോട്ട് 2 ഡോട്ട്, മേളിലേക്കും 2 ഡോട്ട്, ഈക്വലായിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ സ്ക്വയർ നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 9 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 × 3 ആണ് 9. അപ്പോൾ എന്ത് ചെയ്യണം, ഇങ്ങനെ 3 ഡോട്ട്, അങ്ങനെ 3 ഡോട്ടുള്ള 3 ലൈൻസ് കൊടുക്കുക. 4 × 4 ആണ് 16. അപ്പോൾ എന്ത് ചെയ്യണം, 4 ഡോട്ട് വെച്ചിട്ട് 4 ലൈനിൽ കൊടുക്കുക. അങ്ങനെയാണ് 4 × 4 16. അതേപോലെ ഓരോ നമ്പറിന് 5 എന്ന് പറയുമ്പോൾ 5 ഡോട്ട് വെച്ചിട്ട് 5 ലൈൻസ് വരയ്ക്കണം. നെക്സ്റ്റ് ക്യൂബ് നമ്പേഴ്സാണ്. അപ്പോൾ ഇതുവരെയുള്ള നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത് ഡോട്ട് ഉപയോഗിച്ചിട്ടാണ്. പക്ഷേ ക്യൂബിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നമ്മൾ ഒരിക്കലും ഡോട്ടല്ല യൂസ് ചെയ്യുന്നത്, യൂണിറ്റ് ക്യൂബാണ്. യൂണിറ്റ് ക്യൂബ് എന്ന് വെച്ചാൽ എ ക്യൂബ് ഇൻ വിച്ച് ഓൾ സൈഡ്സ് ഈസ് ഓഫ് യൂണിറ്റ് ലെങ്ത്. അപ്പോൾ നമ്മൾ ഒരു യൂണിറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ, അപ്പോൾ ആദ്യത്തെ ആ ഒരു ക്യൂബിന് 1 യൂണിറ്റ് ആയിരിക്കും ലെങ്ത്, 1 യൂണിറ്റ് വിഡ്ത്ത്, അതുപോലെ ഹൈറ്റും 1 യൂണിറ്റ് ആയിരിക്കും. അങ്ങനെയാണ് ഈ 1 × 1 × 1 ലെങ്ത് × ബ്രെഡ്ത്ത് × ഹൈറ്റ് 1 ക്യൂബ് വരുന്നത്. അപ്പം ഇതേപോലെ ഒരു ക്യൂബ് ഇപ്പുറത്തും വെക്കുക, ഇതേപോലെ ഒരു ക്യൂബ് ഈ സൈഡിലും വെക്കണം, അതിൻ്റെ പുറകിലും. കാര്യം ഇവിടെ ഇപ്പോൾ 2 ആയി, അതേപോലെ നമുക്കിനി ഇവിടെയും 2 ലെങ്ത് കിട്ടണം. അപ്പോൾ ഒരു ക്യൂബ് നിങ്ങൾ ഇവിടെയും വെക്കുക. അപ്പോൾ ഈ സൈഡിലും 2 കിട്ടണമെങ്കിൽ അവിടെയും നമ്മളൊരു ക്യൂബ് വെക്കണം. അപ്പോൾ എല്ലാ സൈഡിലും 2. അപ്പോൾ ഇവിടെ തന്നെ എത്ര ക്യൂബായി, 1 2 3 4 ക്യൂബ്സായി. അപ്പോൾ ഇതുപോലെ ഇനി ഹൈറ്റ് നമുക്ക് 2 കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും 4 ക്യൂബ്സ് വെക്കുക. അപ്പോൾ ടോട്ടൽ എത്ര ക്യൂബ്സായി, താഴത്തെ നിരയിൽ 4 ക്യൂബ്, മുകളിലത്തെ നിലയിലും 4 ക്യൂബ്, +4 ടോട്ടൽ 8 ക്യൂബ്സ്. അപ്പോൾ അതാണ് 2 ലെങ്ത്, 2 വിഡ്ത്ത്, 2 ഹൈറ്റ് വരുമ്പോഴത്തേന് 2 × 2 × 2 ദാറ്റ് ഈസ് 8. അങ്ങനെയാണ് നമുക്ക് 2 ക്യൂബ് 8 എന്ന് നമ്മൾ എഴുതുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ 3 ക്യൂബ്സ്, ഇപ്പോൾ 3 ക്യൂബ്സ് ഇങ്ങനെ അടുക്കി വെച്ചു, 3 ക്യൂബ്സ് സൈഡിലേക്കും അടുക്കി വെച്ചു, അതേപോലെ 3 ക്യൂബ്സ് മുകളിലേക്കും വരുന്ന രീതിയിൽ അടുക്കിയാൽ ആ ടോട്ടൽ നമ്പർ ഓഫ് ക്യൂബ്സ് എത്രയായിരിക്കും, 27 ക്യൂബ്സ് ആയിരിക്കും. ദാറ്റ് ഈസ് 3 ക്യൂബ് ഈസ് 27. സിമിലർലി ഫോർ 4 and 5. ഫിഗർ ഔട്ട് നോക്കാം. ഫിഗർ ഔട്ടിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കോപ്പി ദ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ നമ്പർ സീക്വൻസസ് ഇൻ ടേബിൾ 2 ഇൻ യുവർ നോട്ട്ബുക്ക് ആൻഡ് ഡ്രോ ദ നെക്സ്റ്റ് പിക്ചർ ഫോർ ഈച്ച് സീക്വൻസ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ടേബിൾ 2-ൽ കുറേ സീക്വൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തേനകത്ത് 1 ആണ്, രണ്ടാമത്തേൽ അപ് ടു കൗണ്ടിങ് നമ്പേഴ്സ് അപ് ടു 5 വരെയൊക്കെ കൊടുത്തിട്ടുണ്ട്, ഓഡ് നമ്പേഴ്സ് അപ് ടു 9 വരെ, ഈവൻ നമ്പേഴ്സ് 10 വരെ, അങ്ങനെ ഓരോ നമ്പേഴ്സും അത്രയും വരെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഇതിന് ശേഷം അടുത്ത വരുന്ന നമ്പർ നിങ്ങൾക്ക് ഇതുപോലെ പിക്ചർ റെപ്രസെൻറ്റേഷൻ ചെയ്യാൻ സാധിക്കുമോ? അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. സീക്വൻസ് ഓഫ് ഓൾ വൺസ്, നമ്പർ സീക്വൻസിൽ പറഞ്ഞതുപോലെ തന്നെ 1 1 1 1 റിപ്പീറ്റഡ് ആണ്. അപ്പോൾ 1 ഡോട്ട് ഇട്ട് കൊടുത്താൽ 1ൻ്റെ സീക്വൻസ് എഴുതാൻ കഴിയും. സീക്വൻസ് കൗണ്ടിങ് നമ്പേഴ്സ് 1 2 3 4 5 തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത കൗണ്ടിങ് നമ്പറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടുന്നത്. 1 എന്ന് പറയുമ്പോൾ 1 ഡോട്ട്, 2 2 ഡോട്ട്, 3 3 ഡോട്ട്, അപ്പോൾ ഇവിടെ 5 ഡോട്ട് വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമുക്ക് വരുന്ന നമ്പർ ഏതായിരിക്കും,
6. അപ്പോൾ എത്ര ഡോട്ട് കൊടുക്കണം? 6 ഡോട്ട്. 1 2 3 4 5 6. അങ്ങനെയാണ് കൗണ്ടിങ് നമ്പർ. നെക്സ്റ്റ് ഓഡ് നമ്പേഴ്സ്. 1 3 5 7 9 ആർ കോൾഡ് ദ ഓഡ് നമ്പേഴ്സ്. 1 പറയുമ്പോൾ ആസ് യൂഷ്വൽ 1 ഡോട്ട്. ഫോർ 3 ഡോട്ടാണ് വരുന്നത്. അതിൽ 2 ഡോട്ട് പെയറായിട്ടും 1 ഡോട്ട് പെയറില്ലാതെ അതിനെ പ്രത്യേകമായിട്ടാണ് ഇടുന്നത്. അതേപോലെ 5 ഡോട്ട് ഇടുമ്പോൾ 1 2 3 4 ഡോട്ട് ഗ്രൂപ്പായിട്ടും വരണം, 1 ഡോട്ടിനെ സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ ആഫ്റ്റർ 9 കഴിഞ്ഞ് വരുന്ന നമ്പർ ഏതാണ്? 11 ആണ്. അപ്പോൾ 10 ഡോട്ട് നമ്മൾ ഗ്രൂപ്പായിട്ടിടും, 1 ഡോട്ടിനെ എക്സ്ട്രാ ഇടും. നെക്സ്റ്റ് ഈവൻ നമ്പേഴ്സ്. ഈവൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ ഡോട്ടും പെയറായിട്ടായിരിക്കും വരുന്നത്. 1 2 then 4 1 2 ആ ഓരോ ഡോട്ടിനും പെയർ കൊടുക്കുക. 6 1 2 3 അതിൽ ഓരോന്നിനും പെയർ. അങ്ങനെയാണ് ടോട്ടൽ 6. സോ ആഫ്റ്റർ 10 അടുത്ത വരുന്ന നമ്പർ ഏതാണ്? 12. അപ്പോൾ 6 ഡോട്ട് വരയ്ക്കുക. ആ ഓരോ 6 ഡോട്ടിനും ഓരോ പെയർ കൊടുക്കുമ്പോഴത്തേനത് ഈവൻ നമ്പർ 12 ആകും. നെക്സ്റ്റ് ട്രയാങ്കുലർ നമ്പറാണ്. ട്രയാങ്കുലർ നമ്പർ 1 3 6 10 15 etc. are called the triangular numbers. ഇപ്പോൾ 1 ഡോട്ട്. 3 പറയുമ്പോൾ ഫസ്റ്റ് 1 ഡോട്ട് കൊടുക്കുന്നു, അടുത്ത ലൈനിൽ 2 ഡോട്ട്. അടുത്ത 6 പറയുമ്പോൾ 1 ദെൻ നെക്സ്റ്റ് ലൈനിൽ 2 അതിൻ്റെ അടുത്ത ലൈനിൽ 3 ഡോട്ട്. ദെൻ 4 10 1 2 3 4 ഡോട്ട്. ഫോർ 15 ഫസ്റ്റ് റോയിൽ 1 ഡോട്ട്, സെക്കൻഡ് റോയിൽ 2 ഡോട്ട്, തേർഡ് റോയിൽ 3 ഡോട്ട്, ഫോർത്ത് റോയിൽ 4 ദെൻ 5 ഡോട്ട്. അപ്പോൾ അടുത്ത ട്രയാങ്കുലർ നമ്പർ വരയ്ക്കണമെങ്കിൽ ഏറ്റവും ലാസ്റ്റ് റോയിൽ എത്ര ഡോട്ട് നമ്മൾ കൊടുക്കണം? ഇവിടെ ഇപ്പോൾ 5 ഡോട്ട് വരെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അടുത്ത റോയിൽ ഒരു 6 ഡോട്ടും കൂടെ വരയ്ക്കുമ്പോഴത്തേന് അടുത്ത ട്രയാങ്കുലർ നമ്പറായ 21 നമുക്ക് കിട്ടും. നെക്സ്റ്റ് സ്ക്വയേഴ്സ്. 1 4 9 16 25 are the square numbers. Square numbers represent ചെയ്യാൻ 1 as usual 1. Then 4 വരയ്ക്കുമ്പോൾ 2 ഡോട്ട് 2 റോയ്സിലായിട്ട് വരയ്ക്കുക. 2 into 2 ആണ് 4. അതുപോലെ 3 വരയ്ക്കുമ്പോഴത്തേന് 3 ഡോട്ട് ഇൻ 3 ലൈൻസ്. 3 ലൈൻസിലായിട്ട് 3 ഡോട്ട് കൊടുക്കുക. അതേപോലെ തന്നെ 16 4 ഡോട്ട് ഇൻ 4 ലൈൻസ്. ഇപ്പോൾ 25 വരയ്ക്കുമ്പോൾ 5 ഡോട്ട് ഇൻ 5 ലൈൻസ്. അപ്പോൾ അടുത്ത നമ്പർ ഏതാണ്? 6 ആണ്. അപ്പോൾ 6 ഡോട്ട് 6 ലൈൻസിൽ വരയ്ക്കുമ്പോഴത്തേന് അടുത്ത സ്ക്വയർ നമ്പറായ 36 നമുക്ക് കിട്ടും. നെക്സ്റ്റ് ക്യൂബ് നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇതുവരെ എല്ലാ നമ്പരും നമ്മൾ ഡോട്ട് രീതിയിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ക്യൂബ് വരുമ്പോൾ അവിടെ ഡോട്ട് അല്ല യൂസ് ചെയ്യുന്നത്, യൂണിറ്റ് ക്യൂബ്സ് ആണ് യൂസ് ചെയ്യുന്നത്. യൂണിറ്റ് ക്യൂബ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഈ സൈഡിൻ്റെ ലെങ്ത്തും 1, ഈ സൈഡിൻ്റെ ലെങ്ത്തും 1, മുകളിലേക്കുള്ള ഹൈറ്റും 1 ആണ്. അപ്പോൾ ആദ്യത്തേതിനകത്ത് only 1 ക്യൂബ്. രണ്ടാമത്തത് വരയ്ക്കുമ്പോൾ 2 ക്യൂബ്. ഇങ്ങനെയും 2 ക്യൂബ് വരയ്ക്കണം. സൈഡിലേക്കും 2 ക്യൂബ് വരയ്ക്കുക, മുകളിലേക്കും 2 ക്യൂബ് വരയ്ക്കുക. അപ്പോൾ നമുക്ക് 8 ക്യൂബ്സ്. 2 into 2 into 2 8 ക്യൂബ്സ് കിട്ടും. ഫോർ 27 അടുത്ത് 2 കഴിഞ്ഞിട്ട് 3 ആണ്. 3 ക്യൂബ് ലെങ്ത് വൈസ്, 3 ക്യൂബ് വിഡ്ത്ത് വൈസ് ആൻഡ് 3 ക്യൂബ് ഹൈറ്റ്. അപ്പോൾ 3 into 3 into 3 27. അതേപോലെ 4ൻ്റെത് വരയ്ക്കുമ്പോൾ നമുക്ക് 64 ക്യൂബ് കിട്ടും. അടുത്ത് 5 വരയ്ക്കുമ്പോഴത്തേന് 125 കിട്ടും. അടുത്തത് ഏതായിരിക്കും വരയ്ക്കേണ്ടുന്നത്? ഒരു റോയിൽ എത്ര ക്യൂബ് കാണണം? 6 ക്യൂബ്. അപ്പോൾ 6 ക്യൂബ് ലെങ്ത് വൈസ്, 6 ക്യൂബ് വിഡ്ത്ത് വൈസ് ആൻഡ് 6 ക്യൂബ് ഹൈറ്റിലേക്കും വരയ്ക്കണം. അപ്പോൾ ഈ വരയ്ക്കുമ്പോൾ എല്ലാ ലൈനും ഒരേ വിഡ്ത്തിലായിരിക്കണം നിങ്ങൾ വരയ്ക്കുന്നത്. അല്ലാതെ ഒരു ക്യൂബിൻ്റെ ഇത്രയും അടുത്ത ക്യൂബ് വരയ്ക്കുമ്പോൾ അങ്ങനെ ഷേപ്പ് മാറിപ്പോവരുത്. എല്ലാം ഒരേ അളവിലുള്ള കോളം ആയിരിക്കണം വരയ്ക്കേണ്ടത്. Now the second question is, why are 1 3 6 10 15 called triangular numbers? Why are 1 4 9 16 25 called square numbers or squares?
and why are 1, 8, 27, 64, 125 called cubes? അപ്പോൾ എന്തുകൊണ്ടാണ് ഈ നമ്പേഴ്സിനെ എല്ലാം ഇങ്ങനെ ഒരു പർട്ടിക്കുലർ നെയിമിൽ അറിയപ്പെടുന്നതെന്ന്. അപ്പോൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ജോമെട്രിയിൽ വരയ്ക്കുന്ന ഷേപ്പാണ് ട്രയാങ്കിൾ ഷേപ്പ്. അതേപോലെ സ്ക്വയറിൻ്റെ ഷേപ്പ് നമുക്ക് അറിയാം. അതേപോലെ തന്നെയാണ് ക്യൂബ്. ജോമെട്രിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോരോ ഷേപ്പുകളാണിത്. അപ്പോൾ ഈ നമ്പറിനെ എന്തുകൊണ്ടാണ് ഈ ഷേപ്പുകളുടെ പേരിൽ വിളിക്കുന്നത് എന്നത് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കാം. ട്രയാങ്കുലർ നമ്പേഴ്സ് ആർ കോൾഡ് സോ ബിക്കോസ് ദീസ് നമ്പേഴ്സ് ഓഫ് ഡോട്ട് ക്യാൻ ബി അറേഞ്ച്ഡ് ടു മേക്ക് എ ട്രയാങ്കിൾ. 1, 3, 6, 10 ആർ കോൾഡ് ട്രയാങ്കുലർ നമ്പേഴ്സ്. അപ്പോൾ 1, 3, 6, 10 എന്ന് പറയുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ട്രയാങ്കുലർ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. അതിനെ ആ പേര് വിളിക്കാൻ കാരണം ട്രയാങ്കുലർ നമ്പേഴ്സിനെ ഡോട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിനെ ട്രയാങ്കിൾ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നു അല്ലേ. നേരത്തെ ആ ടേബിളിനകത്ത് കണ്ടിരുന്നു. അപ്പോൾ 1 എന്ന് പറയുമ്പോൾ 1 ഡോട്ടേ ഉള്ളൂ. 3 എന്ന് പറയുമ്പോഴത്തേന് അതിനെ ഈ രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അവിടെ നമുക്കൊരു ട്രയാങ്കിളിൻ്റെ ഫോമിൽ ആ ഡോട്ടുകളെ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് 1, 3, 6, 10, 15, 21 എന്ന് പറയുന്ന നമ്പേഴ്സിനെ ട്രയാങ്കുലർ നമ്പേഴ്സ് എന്ന് വിളിക്കാൻ കാരണം. ദ നമ്പർ ഓഫ് ഡോട്ട് ക്യാൻ ബി അറേഞ്ച്ഡ് ടു ഫോം എ ട്രയാങ്കിൾ. ട്രയാങ്കിൾ ഷേപ്പ് വരുന്ന രീതിയിൽ ആ ഡോട്ടിനെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സ്ക്വയർ നമ്പേഴ്സിനെ എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? 1, 4, 9, 16 എന്ന് പറയുന്ന സ്ക്വയർ നമ്പേഴ്സിനെ എന്തുകൊണ്ട് ആ പേര് വിളിക്കുന്നു? നേരത്തെ ആൻസർ ചെയ്ത പോലെ തന്നെ നമുക്ക് പറയാം. സ്ക്വയർ നമ്പേഴ്സ് ആർ കോൾഡ് സോ ബിക്കോസ് ദീസ് നമ്പർ ഓഫ് ഡോട്ട്സ് ക്യാൻ ബി അറേഞ്ച്ഡ് ടു മേക്ക് സ്ക്വയേഴ്സ് അല്ലേ. സ്ക്വയർ നമ്പേഴ്സിനെ നമ്മൾ ഡോട്ട് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അത് ഒരു സ്ക്വയറിൻ്റെ ഷേപ്പിൽ നമുക്ക് ആ ഡോട്ടിനെ അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നു. സോ ദാറ്റ് നമ്പേഴ്സ് ആർ കോൾഡ് സ്ക്വയർ നമ്പേഴ്സ്. അപ്പോൾ 1 ഡോട്ടേ ഉള്ളൂ. 4 എന്ന് പറയുമ്പോഴത്തേന് അവിടെ നമുക്കൊരു സ്ക്വയർ, ഇപ്പോൾ ലെങ്ത് വൈസും 2 ആണ്, വിഡ്ത്തും 2 ആയിട്ട് വരുന്ന ഒരു സ്ക്വയർ ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നു. 9 എന്ന് പറയുമ്പോഴും 3 ലെങ്തും 3 വിഡ്ത്തും വരുന്ന ഒരു സ്ക്വയർ ആണ് 9. അതേപോലെ 16 and 25. The number of dots can be arranged to form a square. ആ ക്വസ്റ്റ്യൻ്റെ തന്നെ തേർഡ് പാർട്ട് ആയിരുന്നു why 1, 8, 27, 64 are called cube numbers. Called so because these many unit cubes can be arranged to make a cube. ഇവിടെ ഡോട്ട് അല്ല പറയുന്നത്, യൂണിറ്റ് ക്യൂബാണ്. യൂണിറ്റ് ക്യൂബ്സിനെ നമുക്ക് അറേഞ്ച് ചെയ്ത് ഒരു ക്യൂബിൻ്റെ ഷേപ്പിൽ അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നു. 1 യൂണിറ്റ്, ഈ വിഡ്ത്തും 1 യൂണിറ്റ്, ഹൈറ്റും 1 യൂണിറ്റ്. അങ്ങനെയാണ് 1 × 1 × 1 ക്യൂബ് വരുന്നത്. അടുത്ത 2 ക്യൂബ്സ്. ഇവിടെ 1 യൂണിറ്റ്, ടോട്ടൽ 2 യൂണിറ്റ് ലെങ്ത്തും 2 യൂണിറ്റ് വിഡ്ത്തും 2 യൂണിറ്റ് ഹൈറ്റും വെക്കുമ്പോഴത്തേന് ഇതിനകത്ത് എത്ര ക്യൂബ് ഉണ്ടെന്നറിയാമോ? 8 ക്യൂബ്സ് ഉണ്ട്. അതായത് 2 × 2 × 2 വരുമ്പോഴാണത് 8. ഇത് 3 ഡയമെൻഷണൽ ഒരു ക്യൂബിൻ്റെ, നമ്മൾ റുബിക്സ് ക്യൂബൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ ആ റുബിക്സ് ക്യൂബ് എന്ന് വിളിക്കുന്നതിൻ്റെ കാര്യം എന്താ? അതിൻ്റെ ഈ ലെങ്ത് ആയാലും വിഡ്ത്ത് ആയാലും ഹൈറ്റും എല്ലാം ഒരേ അളവാണ്. ഇപ്പോൾ ലെങ്ത് എത്രയാണോ അത്രയും തന്നെ ആയിരിക്കും അതിൻ്റെ ഹൈറ്റും ഈ സൈഡ് വിഡ്ത്തും. അതുകൊണ്ടാണ് അതിനെ റുബിക്സ് ക്യൂബ് എന്ന് വിളിക്കുന്നത്. അതേപോലെ ഈ 3 ക്യൂബുകൾ ഇങ്ങനെയും 3 ക്യൂബ് സൈഡിലും 3 ക്യൂബ് ഹൈറ്റിലും വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് 27 ക്യൂബ്സ് ആയിരിക്കും ഇതിനകത്തുള്ളത്. അതുകൊണ്ടാണ് 27 എന്ന് പറയുന്ന നമ്പറിനെ ക്യൂബ് നമ്പർ എന്ന് വിളിക്കാൻ കാരണം. അതേപോലെ 4 ക്യൂബുകൾ അറേഞ്ച് ചെയ്യുമ്പോഴത്തേന് 64 എന്ന് പറയുന്ന നമ്പർ നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് വൈ 64 ഈസ് കോൾഡ് എ ക്യൂബ് നമ്പർ. അതായത് ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, അതാണ് അതിൻ്റെ ഉള്ളിൽ എത്ര ക്യൂബ്സ് ഉണ്ട് എന്നുള്ളതിൻ്റെ നമ്പറാണ് 4 × 4 × 4 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ദാറ്റ് ഈസ് 4 ക്യൂബ് ഈസ് 64 ആൻഡ് 64 ഈസ് കോൾഡ് ദ ക്യൂബ് നമ്പർ. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം.